നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. നമുക്ക് എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോ കൂടെ കാണാം. നമ്മൾ ഇറങ്ങുവാണ് ഇപ്പോൾ ഇവിടുന്ന്. മാമ ലോക്കിയാണ് ഗേറ്റ്. നമ്മളിപ്പോൾ പോവാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടാ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. ഞാൻ മുന്നേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മാമനെ കൊണ്ട് വിടാനായിട്ട്. പിന്നെ പിങ്കൂനെ വിളിക്കാനും വിടാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ലഗേജും അതൊക്കെ എടുത്ത് നേരം കൊണ്ട് നടപ്പങ്ങ് നടത്ത് കേട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റിലും അതിലൊക്കെ കയറാനായിട്ട് കേട്ടോ. കാശ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഫാമിലി മൊത്തം ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുക്കുമ്മയുണ്ട്, ജാനുണ്ട്, ഇസ്മുണ്ട്, പാപ്പുണ്ട്, പിങ്കുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടാണ്. ഞാൻ മാമനുണ്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാട്ടോ പോയത് കേട്ടോ. നമ്മള് ഫ്ലൈറ്റ് അങ്ങനെ കേറിയിട്ടുണ്ട്. നമുക്ക് നേരെ കാണാം കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഫ്ലൈറ്റ് ഇതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബസ്സും ട്രെയിനും എയറോപ്ലെയിനും. എൻ്റെ ജീവിതത്തിൽ വേറൊന്നുമില്ല. പിന്നെ ഓട്ടോ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഇത്രയും സാധനങ്ങൾ 3 സാധനങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ വിൻഡോ സീറ്റ് ആറ്റോ എനിക്ക് കിട്ടിയ അവിടുത്തെ അവരെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ പെട്ടെന്ന് ഫ്ലാറ്റ് ആയിട്ടാ. ഞങ്ങളെന്ന് പറഞ്ഞ അച്ചി സ്ഥലമെത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എണീച്ചത് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അടുത്ത് എൻ്റെ ഒരു എയർപോർട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ എയർപോർട്ട്. അങ്ങനെ നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകണ ബസ്സാട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഞങ്ങൾ ലഗേജൊക്കെ എടുക്കാൻ പോവാട്ടോ. ഗൈസ് അവിടുന്ന് വിളിച്ചൊരു ക്യാബും വിളിച്ച് നേരെ റൂമിലേക്ക് വന്നിറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പോട് തണുപ്പ്. ഗൈസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടോ. ഗൈസ് അങ്ങനെ റൂമിൽ ചെന്ന് ഫ്രഷ് ഒക്കെ ആയി കുളിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊന്നും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി രാത്രി. അപ്പോൾ ഞാൻ ആ റോഡിൽ നിന്നൊരു ഡാൻസൊക്കെ കളിച്ചു. കുറേ ഡാൻസൊക്കെ കളിച്ചു. ഈ റീൽ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. രാത്രി അവിടെ ക്രൗഡാട്ടോ, നല്ല ക്രൗഡാണ്. ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ പോയിട്ടോ കടയിൽ. ഗൈസ് അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഒരു കുറേ നിറച്ച് ചേച്ചിമാർ അതും ഒന്ന് ഡാൻസും കണ്ടങ്ങനെ കുറേ നേരം കൊണ്ട് അവിടെ നിന്ന് വിട്ടാ ഞാൻ. ഗൈസ് എന്തോ സംഭവം നമുക്ക് പോലും അറിയുന്നില്ല. എന്തായാലും ഒന്ന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ചേച്ചിമാർ കളിക്കുന്ന കാണാനായിട്ട് കേട്ടോ. ഗൈസ് അവിടെ ഡാൻസും കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഇന്ത്യ ഗേറ്റ് കാണാനായിട്ടോ പോയത് നേരെ. ഗൈസ് ഇതുവഴി ആട്ടോ ഇന്ത്യ ഗേറ്റിലേക്ക് പോണത്.
ഗൈസ് എവിടുന്ന് നടന്നു കേട്ടോട്ടാ അങ്ങോട്ട് പോകാനായിട്ട്. ഗൈസ് ഞങ്ങളങ്ങ് പയ്യെ സ്നാക്സൊക്കെ കഴിച്ച് നേരം കൊണ്ട് നടന്നു കേട്ടാ. ഞങ്ങൾ പയ്യെ ആളെല്ലാം നടക്കുന്നു. എൻ്റെ പൊന്നു ഗൈസ് നിറച്ച് സ്റ്റെപ്പായിരുന്നു. എൻ്റെ കാലും പോയിട്ട് ഞാനിങ്ങനെ ലേസും നടന്ന് നേരെ കൊണ്ട് നടന്നു കേട്ടാ. ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിലെത്തി ഗൈസ്. ഗൈസ് അവിടെ ചെന്നപ്പോൾ ഞാൻ കുറേ റീൽസും ഷോർട്സും അതൊക്കെ എടുത്തു വിട്ടാ. ഗൈസ് ഈ റീൽസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വേണേൽ കണ്ടുവിട്ടാ. ഗൈസ് അവിടുന്ന് കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ച് നേരെ ഞങ്ങൾ ഷോപ്പിങ്ങിനാട്ടോ നേരെ പോയത്. ഗൈസ് അങ്ങനെ നേരെ ഞങ്ങൾ കരോൾ ബാഗിലോട്ട് എത്തിയിട്ടാ. ഗൈസ് അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഒടുക്കത്താണ് ഗൈസ് കുക്കുമ്മയ്ക്ക് റിക്ഷയൊക്കെ ആയിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ റിക്ഷയിലും അങ്ങോട്ട് കയറി സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടാ. അത് ഇനി നേരെ റൂമിലോട്ടാട്ടോ ചെന്ന. ഇസപ്പനെ കുറേ നേരം കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ ഇരിക്കുന്നു. എൻ്റെ പണി ഇസപ്പനെ ചിരിപ്പിക്കുക. അവനും ഭയങ്കര ഹാപ്പി, ഞാനും ഭയങ്കര ഹാപ്പി കേട്ടോ. ഗൈസ് ഞങ്ങളവിടെ 5 days നിന്നു കേട്ടാ. അങ്ങനെ നിറയെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും വരുമല്ലോ ഡൽഹിയിൽ, അപ്പം നിറച്ച് വീഡിയോ നിറയെ എടുക്കണം. എനിക്ക് അവിടുന്ന് പോരാനേ തോന്നില്ല കേട്ടോ. അത്ര നല്ല രസമായിരുന്നു കേട്ടോ. ഗൈസ് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനോട്ട് ഇറങ്ങി. അവിടെ ഫ്ലൈറ്റ് ഏതോ ഒരു VIP വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ചെക്കിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറച്ചു നേരം അവർ കളിച്ചും ചിരിച്ചൊക്കെ നടന്നു കേട്ടാ. ഇസബം അപ്പോൾ ഉറക്കമായിരുന്നു കേട്ടാ. അങ്ങനെ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഉറക്കം. ഞാനും വെക്കുമ്പോ ഇപ്പൊ സ്നാക്സ് വാങ്ങിക്കാനായിട്ട് പോയിട്ടോ. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയിട്ടാ. ഈവനിങ് ഡേ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൈസ് അങ്ങനെ നമ്മള് കൊച്ചിയിലേക്ക് എത്താനായിട്ട് പോവാട്ടോ. ഗൈസ് അവനെപ്പോഴും ഉറക്കേ ഉള്ളല്ലോ, കൊച്ചി എത്തിയപ്പോഴും അവൻ ഉറക്കുവാട്ടോ.
ഗൈസ് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇതാണ് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. മഴവില്ലിനാലിഴമേഞ്ഞിടും അഴകിൻ കൂട് അതിലായിരം കനവോടിതാ കുറുകും പ്രാവ് തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായ ആവേശമായി. ശിശിരകാലം പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിൻ നറുതേൻ നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി മാറുന്നു നാം പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാടുന്നു നാം പറവകൾ പോലവേ. ശിശിരകാലം മഞ്ഞു തൂകി പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിൻ നറുതേൻ നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം പറവകൾ പോലവേ. ഓടരുത് ഓടരുതമ്മ വളറിയാം. Kees.